6 ഗൾഫ് രാജ്യങ്ങൾ ചേർന്ന് GCC കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയിട്ട് 32 വർഷങ്ങൾ പിന്നിടുകയാണ്. പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിലും ഒരുമയോടെ ചേർന്ന് നിൽക്കാൻ സാധിച്ച ഏക അറബ് ബ്ലോക്കാണ് GCC. അതിൻ്റെ പ്രത്യേകതകളും ദൗർബല്യങ്ങളുമാണ് ഇനി. UAE ഉൾപ്പെടെ 6 ഗൾഫ് രാജ്യങ്ങൾ ചേർന്ന് ഒറ്റ ബ്ലോക്കായി മാറിയിട്ട് 32 വർഷങ്ങൾ പിന്നിടുന്നു. റിയാദിൽ നടന്ന ഇതു സംബന്ധിച്ച ആഘോഷ ചടങ്ങിൽ പ്രമുഖർ സംബന്ധിച്ചു. അറബ് ലോകം മുമ്പൊരിക്കലുമില്ലാത്ത വിധം കടുത്ത പ്രതിസന്ധികളിലൂടെ കടന്നുപോകുമ്പോൾ കെട്ടുറപ്പ് കൂടുതൽ ശക്തമാക്കേണ്ടതിന്റെ ആവശ്യകത നേതാക്കൾ ഊന്നിപ്പറഞ്ഞു. Close cooperation and coordination among the police and the ministries of interior and also between all the military services. അറബ് ലോകത്തെ എല്ലുറപ്പുള്ള ഏക കൂട്ടായ്മ എന്ന നിലയ്ക്ക് GCCക്ക് പ്രാധാന്യമേറെയാണ്. UAE ശില്പി ഷൈഖ് സായിദിന്റെ വലിയൊരു സ്വപ്നം കൂടിയായിരുന്നു ഗൾഫ് കൂട്ടായ്മ. 1981 മെയ് 25 അബുദാബിയിലായിരുന്നു തുടക്കം. UAEക്ക് പുറമെ സൗദി, കുവൈത്ത്, ഒമാൻ, ഖത്തർ, ബഹ്റൈൻ എന്നീ രാജ്യങ്ങൾ ബ്ലോക്കിന്റെ ഭാഗമായി. പ്രാദേശിക തലത്തിൽ സാമ്പത്തിക, രാഷ്ട്രീയ, സാംസ്കാരിക തലങ്ങളിൽ ഒറ്റ ശബ്ദമായി നിലയുറപ്പിക്കാൻ GCCക്ക് സാധിച്ചു. വിയോജിപ്പുകൾ മാറ്റി സാധ്യമായ എല്ലാ തുറകളിലും ഒരുമയോടെ നിലയുറപ്പിക്കാൻ പക്വതയുള്ള നേതൃത്വത്തിന് ഇതിനോടകം തന്നെ സാധിച്ചു. അറബ് ലോകം മുഴുക്കെ ശൈഥില്യം വേട്ടയാടുന്ന ഘട്ടത്തിലാണ് സഹകരണത്തിന്റെ ഈ മഹിത മാതൃകയെന്ന് നാം തിരിച്ചറിയണം. അല്ലെങ്കിൽ അതുപോലുള്ള സമ്പ്രദായം നിലനിൽക്കുന്ന രാജ്യങ്ങളാണ് മൊറോക്കോയും ജോർദാനും. അറബ് ലോകത്ത് ഇതേ രീതി പിന്തുടരുന്ന രാജ്യങ്ങളായതുകൊണ്ട് അവർക്ക് ഇതിൽ കൂട്ടായ്മയിൽ സ്ഥാനം നൽകാം എന്നാണ് ഒരു നിലപാടാണ് പൊതുവെ സ്വീകരിച്ചിരിക്കുന്നത്. ഫലസ്തീൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലും ഉറച്ച നിലപാടായിരുന്നു GCCയുടേത്. വിഘടിത ഫലസ്തീൻ ഗ്രൂപ്പുകളെ ഒരുമിപ്പിക്കാനും അവർ പരമാവധി യത്നിച്ചു. ഇറാഖ് പ്രതിസന്ധിക്ക് രമ്യമായ തീർപ്പിന് ശ്രമം നടന്നെങ്കിലും വിജയിച്ചില്ല. നല്ല അയൽപക്ക ബന്ധം, പരസ്പര ബഹുമാനം, അന്തർദേശീയ കരാറുകളോടുള്ള കൂറ് എന്നീ 3 നിലപാടിലൂന്നിയാണ് ഗൾഫ് നയനിലപാടുകൾ പിറക്കുന്നത്. യൂറോപ്യൻ യൂണിയനിൽ 27 രാജ്യങ്ങൾ അംഗങ്ങളാണ്. ഈ 27 രാജ്യങ്ങളിൽ 25 രാജ്യങ്ങളിലും 6 മാസം വരെ കാലാവധിയുള്ള വിസയുമായിട്ട് സഞ്ചരിക്കുവാൻ കഴിയും. ഇതുപോലുള്ളൊരു സംവിധാനം GCCയിലും ഉണ്ടാകണമെന്ന് ഇവിടുത്തെ വ്യവസായികളും മറ്റുമൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. ദരിദ്ര രാഷ്ട്രങ്ങളുടെ അഭ്യുന്നതിക്ക് വേണ്ടി ഉദാര സാമ്പത്തിക സഹായങ്ങൾ നൽകാൻ GCC കൂട്ടായ്മ എന്നും മുന്നിലുണ്ട്. അംഗരാജ്യങ്ങൾക്ക് നേരെ ഉയരുന്ന ഏതൊരു ഭീഷണിയും ഫലപ്രദമായി ചെറുക്കുന്നതിന് വ്യക്തമായ പദ്ധതിക്ക് തന്നെ GCC നേതൃത്വം രൂപം നൽകി. സമീപകാല അസ്വാസ്ഥ്യങ്ങളിൽ ബഹ്റൈന് തുണയായി സൗദി സൈന്യം രംഗത്ത് വന്നതും നാം കണ്ടു. ഇന്റലിജൻസ് മേഖലയിലും മറ്റും സഹകരണം ശക്തമാണ്. ഇതൊക്കെയാണെങ്കിലും പരിധിവിട്ട പടിഞ്ഞാറൻ വിധേയത്വവും ഏകീകൃത കറൻസി ഉൾപ്പെടെയുള്ള മേഖലകളിൽ പുലർത്തുന്ന താൽപര്യക്കുറവും GCCയുടെ ദൗർബല്യമായി നാളെ വിലയിരുത്തപ്പെടും. സാമ്പത്തിക രംഗത്ത് കുറെ കൂടി വികസിത സംരംഭങ്ങളാണ് GCC ലക്ഷ്യമിടുന്നത്. GCC സ്മാർട്ട് ഐഡന്റിറ്റി കാർഡ്, തന്ത്രപ്രധാന എണ്ണ ഖനന പദ്ധതി, പൊതുവിപണി എന്നിവ വൈകാതെ യാഥാർത്ഥ്യമാകുമെന്നും കരുതാം. ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർക്ക് തൊഴിൽ നൽകുന്നതും ഇതേ ഗൾഫ് രാജ്യങ്ങൾ തന്നെയാണ്. എല്ലാ തുറകളിലും ഇന്ത്യ ഗൾഫ് സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്താനും നേതാക്കൾ മനസ്സുവെക്കുന്നു എന്നത് ശ്രദ്ധേയമാണ്. ആഭ്യന്തര സമസ്യകൾ കാരണം യൂറോപ്യൻ യൂണിയൻ പോലും ഇടറി നിൽക്കുമ്പോഴാണ് GCC കൂട്ടായ്മയുടെ നീണ്ട 32 വർഷങ്ങൾ ഏറെ പ്രസക്തമാകുന്നതും. അറബ് ലോകത്ത് ഒരുപാട് പ്രക്ഷോഭങ്ങൾ അരങ്ങേറിയപ്പോഴും GCC മിക്കവാറും അതിലൊന്നും പെടാതെ പിടിച്ചു നിന്നത്, 1-2 രാജ്യങ്ങളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ മറ്റ് രാജ്യങ്ങളൊക്കെ പിടിച്ചു നിന്നത് അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഭരണാധികാരികൾ വിവിധ തരത്തിലുള്ള പദ്ധതികൾ നടപ്പാക്കി എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടങ്ങളിൽ ജനകീയ രോഷം അഥവാ ഭരണകൂടങ്ങൾക്കെതിരെ ഈ രോഷം വന്നിട്ടില്ല, അതിനുള്ള സാധ്യതകളും ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കൂടുതൽ രാജ്യങ്ങളെ GCC കൂട്ടായ്മകളിലേക്ക് ചേർത്ത് നിർത്താനുള്ള നീക്കവും അധികം വൈകില്ലെന്ന് പ്രതീക്ഷിക്കാം.